ഹായ്, നമസ്കാരം. ഇത് ക്രൂസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഗ്രീസിൻ്റെ തന്നെ സൗത്ത് പാർട്ടിലുള്ള ഒരു ഐലൻഡ്. പിന്നെ ഐലൻഡിൻ്റെ പേര് സ്ക്യാത്തോസ് എന്നാണ്. സ്ക്യാത്തോസിൻ്റെ അടുത്ത പോർട്ടില്ല. അപ്പോൾ കപ്പൽ കടലിൽ നങ്കൂരം ഇട്ടതിന് ശേഷം ചെറിയ ബോട്ടിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബോട്ട്. ബോട്ടിൽ ആവശ്യത്തിൽ ആൾക്കാരുണ്ട്. സോ ഞാൻ നമ്മുടെ കപ്പലൊന്ന് കാണിച്ചു തരാം. നമ്മൾ ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് സ്ക്യാത്തോസ് എന്ന് പറഞ്ഞ ഐലൻഡിൻ്റെ ഫെറി പോർട്ട്. ഇവിടെ എയർപോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വളരെ ചെറിയൊരു ഐലൻഡ് അല്ല, എന്നാലും അത്യാവശ്യം ആൾക്കാർ താമസിക്കുന്ന ഒരു ഐലൻഡാണ് ഇത്. ഇപ്പോൾ നമ്മൾ എത്തുന്നത് ഇവരുടെ ഫെറി ടെർമിനൽ. താങ്ക്സ്. Maximum 5 minutes. സ്ക്യാത്തോസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഐലൻഡാണ്. വെറും 12 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ചുറ്റളവ്. ഇവിടെ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഏതൻസിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുക. ഏകദേശം ഒരു 30-35 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ക്യാത്തോസിൽ എത്തിച്ചേരും. ഇവിടെ ഡൊമസ്റ്റിക് എയർപോർട്ടുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പമാണ് ഇവിടെ എത്തിച്ചേരാൻ. ബാക്കിയുള്ള ഇപ്പോൾ സന്റോറിനി ആണെങ്കിലും മൈക്കണോസ് ആണെങ്കിലും ബാക്കിയുള്ള ഐലൻഡുകളെ അപേക്ഷിച്ച് ഇത് ഭയങ്കര ഗ്രീനറി ഉള്ളൊരു ഐലൻഡാണ്. ബാക്കിയുള്ള ഐലൻഡുകളെല്ലാം ഭയങ്കര ഡ്രൈ ആണ്. മെഡിറ്ററേനിയൻ സീയുടെ എന്താ പറയുക, കൂടുതൽ ഈസ്റ്റേൺ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ ഐലൻഡുകളെല്ലാം ഡ്രൈ ആണ്. പക്ഷേ സ്ക്യാത്തോസ് ഭയങ്കര ഗ്രീനറി ഉള്ള ഒരു ഐലൻഡാണ്. നമ്മൾ ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പതുക്കെ നടക്കാനായിട്ട് തുടങ്ങി. അത്യാവശ്യം വലിയൊരു മല തന്നെ കയറണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പതുക്കെ കയറിയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ കാണാനായിട്ട് അതിമനോഹരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ഈ മലയൊന്ന് കയറാമെന്ന് വിചാരിച്ചു. മല കയറുമ്പോഴും എന്താ പറയുക, താഴത്തെ പോർട്ടിൻ്റെ ഭാഗം വളരെ വളരെ സുന്ദരമാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്ക്യാത്തോസിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. ഗ്രീസിൻ്റെ ഹിസ്റ്ററിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹിസ്റ്ററി ഉള്ളൊരു സ്ഥലമാണ് സ്ക്യാത്തോസ് ഐലൻഡ്. 8-ാം നൂറ്റാണ്ട് BC മുതൽ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ഐലൻഡ് ഏറ്റവും കൂടുതൽ ഭരിച്ചിരിക്കുന്നത് വെനീഷ്യൻസ് ആണ്. ഈ വെനീഷ്യൻസ് ഏകദേശം ഒരു 300 വർഷത്തോളം തുടർച്ചയായിട്ട് സ്ക്യാത്തോസ് ഐലൻഡ് ഭരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഈ സ്ക്യാത്തോസിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ കൊണ്ട് ഇവിടെ വരുന്ന ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാനായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു സ്ക്യാത്തോസ് ഐലൻഡ്. അപ്പോൾ ഗ്രീസുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെഡിറ്ററേനിയൻ കടലിലൂടെ പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കുവാനായിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് ആർമി ഉണ്ടായിരുന്നെന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. ക്ലിഫിൽ നിന്ന് താഴെ ഇറങ്ങി. ഇതാണ് ക്രൂസ്. ഫെറി കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഗോവ കാണുന്നതാണ് ഫെറിയുടെ ടെർമിനലാണ്. ഇതിലൂടെ നമ്മൾ ഇറങ്ങി വന്ന് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ കപ്പൽ. സൂപ്പറാണ്. അപ്പോൾ നല്ല നല്ല ചെറിയ ചെറിയ ഗ്രീക്ക് ഐലൻഡ്സ്.
നമ്മളിപ്പോൾ തിരിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. തിരിച്ച് നമ്മൾ ആ ക്ലിഫ് പോയി കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് വരികയാണ്. സിറ്റി സെൻറ്റർ നല്ല അടിപൊളിയൊരു വൈബുള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് ബോട്ട് ഇറങ്ങിയ സ്ഥലത്തേക്ക് വന്നു. ഇതാണ് ഇതിൻ്റെ ഓൾഡ് പോർട്ട് എന്ന് പറയുന്ന സ്ഥലം. ഇനിയിപ്പോൾ ആ പച്ചപ്പ് കാണുന്ന ആ ഒരു മലയുടെ മറു സൈഡിലാണ് ഇവിടുത്തെ പുതിയ പോർട്ട്, അതായത് വലിയ ഫെറികൾ വരുന്ന പോർട്ടാണ് ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാം. ടൗൺ സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗ്രീക്കിൽ ഞാൻ പോയ എല്ലാ ഏരിയയിലും കണ്ട ടൗൺ സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടംപോലെ കഫേസ് ഉണ്ടാവും. കഫേയിൽ ധാരാളം ആളുകൾ, അത് ഏത് സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും ധാരാളം ആളുകൾ വന്നിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കുവാനായിട്ടും ഇറങ്ങുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. ഇപ്പോൾ ഈ ടൗണിൻ്റെ കാഴ്ചയും എന്താ പറയുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. ഇഷ്ടംപോലെ ആളുകൾ, ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഷോപ്പിങ്ങിന് നല്ല ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പുതിയ പോർട്ടിൻ്റെ സ്ഥലം. ഇവിടെയാണ് വലിയ ഫെറികൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഫെറി, വലിയൊരു ഫെറി വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഫെറി ഗ്രീക്കിൻ്റെ വേറെ ഏതെങ്കിലും ഒരു മെയിൻ ഐലൻഡുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രധാന യാത്രാ മാർഗമാണ്. ഇതിനകത്ത് കപ്പലുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബസ്സുകളോ ഒക്കെ ഇതിനകത്ത് കയറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇത് ചെറിയ ടൗണാണ്, അപ്പോൾ ഇത് നടന്ന് ഈ ഏരിയ ഫുള്ള് കവർ ചെയ്യാം. അപ്പോൾ ഞാനെന്ത് കാണിച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ അതൊക്കെ നടന്ന് ഈ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കിയാത്തോസിൻ്റെ ടൗൺ സെൻറ്ററിൽ കൂടെ നടക്കുകയാണ്. നമുക്ക് കാണാം, ഇതെല്ലാം ഷോപ്പിംഗ് ഏരിയ ആണ്. സ്കിയാത്തോസ് ഐലൻഡ് യൂറോപ്യൻസിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആണ്. കാരണം നല്ല ഗ്രീനറി ഉള്ള ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ യൂറോപ്യൻസിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ്, UK, ജർമ്മനി, ഈ 3 ക്രൗഡാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതെന്നാണ് ഇവിടെയുള്ള ആൾക്കാരിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു ചെറിയ ഐലൻഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരെ യാത്രകൾ തുടരാം, ഓർമ്മകളായി ഓർക്കാം. നന്ദി, നമസ്കാരം.